നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം പറന്നുയർന്നതിന് ശേഷം സാങ്കേതിക തകരാറുകൾ കണ്ടെത്തുന്നതും അതിനുശേഷം അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ചെന്നൈ കൊച്ചി സ്പേസ് ജെറ്റ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. ടേക്ക് ഓഫിന് പിന്നാലെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയത്. വിമാനത്തിൽ 117 യാത്രക്കാരുണ്ടായിരുന്നു. സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ചെന്നൈ കൊച്ചി സ്പേസ് ജെറ്റ് വിമാനമാണ് ഇത്തരത്തിൽ ഇപ്പോൾ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചിറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങവേ ഇത്തരത്തിലുള്ള തകരാറുകൾ കണ്ടെത്തി തിരിച്ചിറക്കുമ്പോൾ അത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നത് തന്നെയാണ്. യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് എന്നത് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നതും ശ്രദ്ധേയം. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അതായത് വിമാനപാതയിൽ അപകടകരമായ സാഹചര്യമായി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? തിരുവനന്തപുരം എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം അത്തരം ഒരു അപകട സാഹചര്യം വന്നു ചേർന്നു. 4 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. പുറപ്പെടാനൊരുങ്ങിയ 2 വിമാനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു, ബേയിലേക്ക് തിരിച്ചെത്തിച്ചു. കൂടാതെ രാജീവ് അക്കാദമിയുടെ പരിശീലന വിമാനത്തിന്റെ പറക്കൽ നിർത്തിവെച്ചു. 4:20 മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ്, തൊട്ടു പിന്നാലെ ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ, ഡൽഹിയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ, ബംഗളൂരിൽ നിന്നെത്തിയ ഇൻഡിഗോ എന്നീ വിമാനങ്ങളെയാണ് ഇറങ്ങുന്നതിന് അനുമതി നൽകാതെ ആകാശത്ത് തങ്ങുന്നതിനുള്ള ഗോ എറൗണ്ടിന് പോയി വരാൻ നിർദ്ദേശിച്ചത്. വൈകിട്ടോടെ ഹൈദരാബാദിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, ബംഗളൂരിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ എന്നീ വിമാനങ്ങളെയാണ് ബേയിൽ നിർത്തിയിട്ടത്. വിമാനപാതയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പട്ടമാണ് സർവീസുകളെ സാരമായി ബാധിച്ചത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് 200 അടിയോളം മുകളിലായി പറന്ന പട്ടം കാരണം വൈകിട്ട് 2 മണിക്കൂറോളമാണ് വ്യോമഗതാഗതം അലങ്കോലമായത്. വിമാനപാതയിൽ അപകടകരമായ സാഹചര്യത്തിൽ പട്ടം പറക്കുന്ന സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5:00 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മുട്ടത്തറ പൊന്നറ പാലത്തിനടുത്തുള്ള റൺവേ 32ന്റെയും വള്ളക്കടവ് സുലൈമാൻ തെരുവിനും ഇടയ്ക്കുള്ളതുമായ ഭാഗത്തെ ആകാശത്തെ 200 അടി ഉയരത്തിലാണ് പട്ടം പറന്നത്. വിമാനത്താവള അധികൃതർ അറിയിച്ചത് പ്രകാരം റൺവേയുടെ പരിധിയിലെ എല്ലായിടത്തും പോലീസ് എത്തി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പട്ടം പറത്തിയവരെ കണ്ടെത്താനായില്ല. വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്നാണ് റൺവേക്ക് മുകളിൽ വിമാനപാതയിൽ പട്ടമുണ്ടെന്ന് വിവരം കിട്ടിയത്. ഇറങ്ങാനെത്തുന്ന വിമാനങ്ങൾക്ക് പട്ടവും അതിന്റെ നൂലും അപകടത്തിനിടയാക്കുമെന്നതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇറങ്ങാനെത്തിയ വിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് നിർദ്ദേശം കിട്ടുന്നതുവരെ വിമാനത്താവള പരിധിയിൽ ചുറ്റിക്കറങ്ങുന്നതിനുള്ള ഗോ എറൗണ്ട് സന്ദേശം നൽകി. പുറപ്പെടാനൊരുങ്ങിയ വിമാനങ്ങളെ തൽക്കാലം പാർക്കിംഗ് ബേയിൽ നിർത്തിയിടാനും ATC നിർദ്ദേശം നൽകുകയായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.